അങ്ങനെ ചാമിൻ ഉടനെ തന്നെ മരിച്ചുപോയ അവന്റെ അങ്കിളിന്റെ വൈഫിനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പോലീസിനോട് പറയാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് പിറ്റേന്ന് തന്നെ ഹീറോ ചാമിന്റെ അച്ഛനെ കാണാനായിട്ട് വരുന്നു. ഇവനെ കണ്ടുടങ്ങിയ തന്നെ അയാൾ നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ നിങ്ങൾ ചെയ്ത കുറ്റം പോലീസിൽ പറഞ്ഞ് സറണ്ടർ ആവണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അയാൾ ഞാനത് വേണമെന്ന് ചെയ്തതല്ല, ആരെങ്കിലും അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം അവർ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഹീറോ നിങ്ങൾ ചെയ്ത ഒരു കൊലക്കുറ്റം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു, അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ ആ കൊലപാതകം നിന്റെ തലയിൽ തനിയെ വന്നതാണ്, എന്തായാലും ഞാനല്ല ആ കൊലക്കുറ്റം ചെയ്തത്, അത് ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, ഞാനത് പറഞ്ഞാൽ നിനക്ക് താങ്ങാൻ പറ്റില്ല എന്നും അയാൾ പറയുന്നു. അപ്പോൾ ഹീറോ ആ മരിച്ച ഡ്രൈവറിന്റെ വൈഫ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ ഒന്ന് സത്യം പറയുമ്പോൾ ആരാണ് ശരിക്കുള്ള കുറ്റക്കാരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും ദേഷ്യവും വരും. ഉടനെ തന്നെ അയാൾ ആ കൊല ചെയ്തത് നിന്റെ ഡോക്ടർ സഹോദരനാണെന്ന് പറയുന്നു. അതിനിടയിൽ ഞാൻ എന്നെ ആക്സിഡന്റിൽ പെടുത്തുകയും ചെയ്തു, അതുകൊണ്ടാണ് അവന്റെ ഫുൾ ചെലവ് ഏറ്റെടുത്ത് അവനെ പഠിപ്പിച്ച് ഇപ്പോൾ ഒരു ഡോക്ടർ ആക്കിയിരിക്കുന്നത്. ഉടനെ തന്നെ ഹീറോ ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അയാൾ നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഞാൻ അവന് പണം അയച്ചു കൊടുത്ത തെളിവുകളെല്ലാം എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോക്ക് വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ.